നമസ്കാരം. അമേരിക്കയുടെ 47ാം പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് വീണ്ടും അധികാരം ഏൽക്കാൻ പോവുകയാണ്. ഇന്ത്യൻ സമയം രാത്രി 10:30-ക്കായിരിക്കും സ്ഥാനാരോഹണ ചടങ്ങ്. കാലാവസ്ഥ മുൻനിർത്തി ഇത്തവണ ക്യാപിറ്റൽ മന്ദിരത്തിന് അകത്താണ് ചടങ്ങ് നടക്കുക. ആദ്യമായി അമേരിക്കയുടെ അമരത്തേക്ക് എത്തിയപ്പോഴും പ്രസിഡന്റായി തുടരുമ്പോഴും തോൽവിയേറ്റ് പടിയിറങ്ങുമ്പോഴും വിവാദങ്ങൾ വിട്ടൊഴിയാതിരുന്ന ഡൊണാൾഡ് ട്രംപ് എന്ന നായകൻ വീണ്ടും ഹീറോ ആയി തിരിച്ചെത്തിയിരിക്കുന്നു. രണ്ടാം ഊഴത്തിൽ കരുതലോടെ കാര്യപ്രാപ്തിയോടെ എല്ലാം കൈകാര്യം ചെയ്യുമെന്ന പ്രഖ്യാപനം കമല ഹാരിസിനെ മുട്ടുകുത്തിച്ചാണ് അമേരിക്കയുടെ അധികാര കസേരയിലേക്ക് എത്തുന്നത്. അധികാര കസേരയിലേക്ക് ട്രംപിന്റെ രണ്ടാം വരവ് നാളെയാണ്. ആ സുപ്രധാന സ്ഥാനാരോഹണ ചടങ്ങ് ഇന്ത്യൻ സമയം രാത്രി 10:30 നടക്കും. ട്രംപ് പ്രസിഡന്റായി അവരോധിതനാകും. എന്നാൽ ഇത്തവണ ക്യാപിറ്റോൾ മന്ദിരത്തിലെ റോട്ടന്റ് ഹാളിൽ ആയിരിക്കും ചടങ്ങുകൾ. -12 °C താപനില പ്രവചിക്കുന്ന സാഹചര്യത്തിലാണ് പതിവിൽ നിന്ന് വ്യത്യസ്തമായി അകത്ത് ചടങ്ങ് നടത്താനുള്ള ഈ തീരുമാനം. 4 പതിറ്റാണ്ടിന് ശേഷമാണ് അതിശൈത്യം മൂലം കെട്ടിടത്തിനുള്ളിൽ ഒരു പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞ നടക്കുന്നത് എന്നുള്ള പ്രത്യേകതയുമുണ്ട്. സ്ഥാനാരോഹണത്തിന് ശേഷമുള്ള പരേഡും ഇവിടെയായിരിക്കും നടക്കുക. സ്ഥാനമൊഴിയുന്ന പ്രസിഡന്റ് ജോ ബൈഡൻ വൈറ്റ് ഹൗസിലേക്ക് ട്രംപിനെ ക്ഷണിച്ച ശേഷം ക്യാപിറ്റോളിലേക്ക് ഇരുവരും ഒന്നിച്ച് യാത്ര തിരിക്കും. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് അടക്കമുള്ള പ്രമുഖ നേതാക്കൾ ചടങ്ങിനെത്തും. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ ആണ് പങ്കെടുക്കുക. പ്രമുഖ നടന്മാർ, കായിക താരങ്ങൾ തുടങ്ങിയവരും ട്രംപിന്റെ സ്ഥാനാരോഹണ ചടങ്ങിന് സാക്ഷികളാകും. ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.